സിനു. ഇന്നെൻ്റെ നൈറ്റ് ഓഫ് ആയിരുന്നു കേട്ടോ. പക്ഷേ പേരിന് മാത്രമേ നൈറ്റ് ഓഫ് എന്ന്, ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്കുള്ള ബസ്സിൽ കിട്ടിയ വണ്ടി ഞാൻ കയറി പോകുന്നു. ഹോസ്റ്റലിൽ വന്ന് മസാല ദോശയും കഴിച്ച് ഏതോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ ബബിൾ റാപ്പറും കിട്ടി. അങ്ങനെ അതും വെച്ച് പൊട്ടിച്ചുകൊണ്ടാണ് എൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഇന്ന് ഒരു ഡേ ആക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉറങ്ങിയ ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി മടിക്കൊക്കെ വെക്കാൻ തുടങ്ങി. എത്ര ദിവസത്തേക്കാവോ. ഇവിടെ മുംബൈ വന്നിട്ട് നമ്മളെ കയറിയ നമ്മൾ മാത്രമേ ഉള്ളെന്ന അവസ്ഥയിൽ നമുക്ക് കുറച്ച് ഡിസിഷൻ എടുക്കേണ്ടി വരും. ആ ഒരു ഡിസിഷനിലാണ് ഇങ്ങനെയുള്ള സീഡ്സൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. എന്തെങ്കിലും ആൽമണ്ടോ അല്ലെങ്കിൽ കാഷ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ് അതുപോലെ എന്തെങ്കിലും. പിന്നെ അതേ നമ്മുടെ ഒമേഗ 3 ഒക്കെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടി. ഇതൊക്കെ അമ്മ പറഞ്ഞിട്ട് കഴിക്കുന്ന കേട്ടോ. അമ്മ വീട്ടിലാണെങ്കിലും ഞാനിവിടെ ആണെങ്കിലും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് ഭയങ്കര അവെയറാണ്. അതും അമ്മയ്ക്കാണെങ്കിലും പപ്പയ്ക്കാണെങ്കിലും കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ആണെങ്കിലും ഇവിടെ മുംബൈ വന്നപ്പോൾ ആണെങ്കിലും എനിക്ക് മെയിനായിട്ടുള്ള വന്ന സംഭവമാണ് ഡാൻഡ്രഫ്. ഇതിന് നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡാൻഡ്രഫ് പോകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ട്വൈസ് ടൈം ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. കുറച്ച് മുടിയൊക്കെ കുറച്ച് സിൽക്കി ആയിട്ട് കിടക്കും. പിന്നെ എല്ലാവർക്കും ഒന്നും ഈ സ്മെല്ല് ഇഷ്ടമല്ല. അങ്ങനെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് തൈര് യൂസ് ചെയ്യാം. പിന്നെ ഫേസൊക്കെ ക്ലെൻസ് ചെയ്ത് ദെൻ ഞാനൊരു പാക്ക് ഇടാൻ പോവാണ്. ഡിമാർട്ടിൽ പോയി വാങ്ങിച്ച് കുറേ നാളായിട്ട് വാങ്ങിച്ച് ഇന്ന് തേക്കാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ മുഖത്തിൽ ഇടാൻ പോകുന്നത്. അങ്ങനെ ഫേഷ്യൽ ഷീറ്റ് മാസ്ക്. അങ്ങനെ ഞാൻ അതും ഇട്ട് കുറച്ച് നേരം കോപ്രായൊക്കെ കാണിച്ചുകൊണ്ട് നിന്ന്. നെക്സ്റ്റ് ഞാൻ ഫ്രഷ് ആറായിട്ട് പോയി. ദെൻ അവിടെ നിന്ന് നേരെ പള്ളിയിൽ പോയി. അങ്ങനെ പള്ളിയിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ. എന്താ പറയുക, ഇങ്ങനെ മോർണിംഗും ഓഫൊക്കെ കിട്ടുമ്പോൾ ഞാനങ്ങനെ പോകാറുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പോകുന്ന ചർച്ചിലേക്ക് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു എക്സസൈസായി. അങ്ങനെ 2 in 1. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ നല്ല കുട്ടിയായിട്ട് തിരിച്ചു വന്നു. പിന്നെ ഹോസ്റ്റലിൽ വന്നിട്ട് നേരെ കൂപ്പണടുത്തുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയില്ലേ. അവിടെ ചെന്നപ്പോൾ മുട്ട വറുത്തതും പിന്നെ എന്തോ ഒരു കറി, പിന്നെ തോരൻ, പിന്നെ എൻ്റെ റൂംമേറ്റ് എൻ്റെ ഫ്രണ്ടായ സ്വാതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയും. ഇവിടുത്തെ നൈറ്റ് ഓഫ് എൻ്റെ എങ്ങനെയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ.